കരഞ്ഞു മെഴുകി നമ്മുടെ ഫാമിലി ഓഡിയൻസിനെ അമ്മമാരെയൊക്കെ പുള്ളിക്കാരി നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചു. നല്ല പെർഫോമൻസും നിഷ്കളങ്കമായ ചിരിയും. ശൈത്യം ബിൻസിയും വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഒതുക്കി കൊടുത്ത് അത്ര പെർഫെക്റ്റ് ആണെന്ന് തോന്നുന്നില്ല. ഒരു നെഗറ്റീവ് വന്നാൽ അതിന് 10,000 അനുമോളെ സപ്പോർട്ട്, അതൊക്കെ PR. ശരിക്കും അർഹിക്കുന്നതല്ല അത് അനീഷിനാണ് കൊടുക്കേണ്ടത്. ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ആള്. ഇതെല്ലാം തരണം ചെയ്ത് നല്ല സ്ട്രോങ് ആയിട്ട് നിന്ന് അവസാനം വരെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട വ്യക്തിയായി മാറി. ലാസ്റ്റ് ആയപ്പോൾ ആ കൊച്ച് നല്ല രീതിയിൽ നന്നായി കളിച്ചു. ബിഗ് ബോസ് മലയാളം സീസൺ 7 കപ്പ് അനുമോൾ നേടിയിരിക്കുകയാണ്. ആ ഒരു വിജയത്തെ പറ്റി പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണെന്ന് നമുക്കൊന്ന് ചോദിക്കാം. ഏറ്റവും നല്ല അഭിപ്രായമാണ്, കാരണം കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാണ് അത് കിട്ടിയേക്കുന്നത്. ഡിസർവ് ചെയ്യുന്നില്ല മീൻസ് അതിനേക്കാളും ഈ സീസൺ തന്നെ അത്യാവശ്യം നല്ല മുന്നുള്ള ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒട്ടും ശോകമായിരുന്നു ഒന്നാമത്. അതിൻ്റെ കൂടെ ഭയങ്കര ഇമോഷണലി വീക്കാണ് അനുമോള്. കുഴപ്പമില്ല, അർഹതപ്പെട്ട് വിജയമാണ്. കാരണം കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് കുറച്ച് കരഞ്ഞെങ്കിലും മേടിച്ചെടുത്താണ്. ബിഗ് ബോസിന്റെ കപ്പ് അർഹതപ്പെട്ടവരുടെ കയ്യിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്കുള്ള എപ്പിസോഡൊക്കെ കാണാറുണ്ട്. അതിൽ മികച്ച തന്നെയാണ് അനുമോളുടെ പ്രകടനം. അനുമോൾക്ക് തന്നെയാണ് അർഹതപ്പെട്ടത്. അനീഷിനാണ് കുറച്ചും കൂടി ഡിസേർവിംഗ് എന്നാണ് തോന്നിയത്. അനുമോൾക്ക് പിന്നെ കുറച്ചല്ലാണ്ടും സപ്പോർട്ട് ഉണ്ടല്ലോ. അനുമോള് പറയുന്നുണ്ട് അനുമോള് 16 ലക്ഷത്തിന്റെ PR കൊടുത്തിട്ടാണ്. കാരണം അത് കറക്റ്റ് ആണ്. കാരണം അനുമോളിന്റെ നെഗറ്റീവ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കമന്റ് ഒരു നെഗറ്റീവ് വന്നാൽ അതിന് 10,000 അനുമോളെ സപ്പോർട്ട്, അതൊക്കെ PR. അതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സോഷ്യൽ മീഡിയയിൽ അതിപ്പോ ഭയങ്കര ഒരു PR, അത് ഭയങ്കര വർക്കിംഗ് അനുവിന്റെ PR. അതുകൊണ്ടാണ് അനു ചെയ്തത്. പൈസ കൊടുത്ത് കപ്പ് വാങ്ങിച്ചത്. ഡിസർവിംഗ് ആയിട്ടുള്ള ഒരുപാട് പേര് അതിനകത്ത് ഉണ്ടായിരുന്നു. അടിപൊളി വിജയം. അനുമോള് കപ്പ് കൊണ്ടുപോകുന്ന ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. ശരിക്കും അർഹിക്കുന്നതല്ല അത് അനീഷിനാണ് കൊടുക്കേണ്ടത്. അനീഷിനാണ് ശരിക്കും അത് അർഹതപ്പെട്ടത്. അതുകൊണ്ട് നല്ലൊരു പെർഫോമൻസ് ആണ് അനുമോള് കാഴ്ചവെച്ചത്. പിന്നെ ഞാൻ സെക്കൻഡ് ചോദിച്ചത് മറ്റേ നമ്മുടെ ഷാനവാസ് നല്ല പെർഫോമൻസ് ആയിരുന്നു. അനുമോള് നന്നായിട്ട് പെർഫോമൻസ് ചെയ്ത് അർഹതപ്പെട്ടത് തന്നെയാണ്. കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. അത്ര പെർഫെക്റ്റ് ആണെന്ന് തോന്നുന്നില്ല. അത് അനീഷായിരുന്നു ആവണ്ടെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അറിയിച്ചായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പിന്നെ ആൾക്കാർ പലതും പറയും, അത് വേറെ ഇതിലാണോ എങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാം. അത് പല അഭിപ്രായങ്ങളും രണ്ടഭിപ്രായങ്ങളുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഇല്ല, നമ്മൾ വിചാരിച്ചത് അനീഷേട്ടൻ തന്നെ കൊണ്ടുപോകുന്നായിരുന്നു. ഫൈനൽ 2 അനുമോള് വരുമെന്ന് വിചാരിച്ചില്ല. ഷാനവാസൊക്കെയും അനീഷേട്ടനാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ PR വർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗെയിമർ പോയി PR ജയിച്ചു. അനുമോള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബിഗ് ബോസ് ഫുൾ ടൈം കണ്ടിട്ടില്ല, എല്ലാ ഷോയും കാണാൻ പറ്റിയിട്ടില്ല. എന്നാൽ കാണുന്ന സമയത്ത് ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ആ ഫുഡ് കഴിച്ചിട്ടിരിക്കുന്ന വഴിക്കൊക്കെ ഉള്ള ഒരു കരച്ചിലും ഇതൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അനുമോള് നല്ലൊരു ആക്ടർ കൂടിയാണല്ലേ, അപ്പോൾ അതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനൊരു അർഹതയുള്ള കുട്ടിക്ക് തന്നെയാണ് അത് കിട്ടിയേക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നല്ല അഭിപ്രായം. നല്ലപോലെ അത് കഷ്ടപ്പെട്ടുകൊണ്ട് അതിന് കപ്പ് കിട്ടി. അങ്ങനെ നമുക്ക് സന്തോഷമുള്ള കാര്യം. വളരെ ഹാപ്പിയാണ്, അനുമോളുടെ ഫാനാണ്. എന്തുകൊണ്ടായിരിക്കും അനുമോള് വിജയിച്ചത്? അത് പറഞ്ഞത് PR വർക്കാന്ന് എന്തൊക്കെയാണ് പറയണത്. പൈസ കൊടുത്ത് ആൾക്കാരെ ഇതാക്കിയിരുന്നൊക്കെ അനുമോള് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലുള്ള സ്ട്രോങ് കണ്ടന്റൻസിനെ തരണം ചെയ്ത് എല്ലാ ബുദ്ധിമുട്ടുകളും തരണം ചെയ്ത് ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ആള്. ഇതെല്ലാം തരണം ചെയ്ത് നല്ല സ്ട്രോങ് ആയിട്ട് നിന്ന് അവസാനം വരെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട വ്യക്തിയായി മാറി. അനുമോളുടെ സംസാര രീതി ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. PR ആയിരിക്കാം. പിന്നെ കരഞ്ഞു മെഴുകി നമ്മുടെ ഫാമിലി ഓഡിയൻസിനെ അമ്മമാരെയൊക്കെ പുള്ളിക്കാരി നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചേക്കണം. ഐ തിങ്ക് അവള് നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. നല്ല പെർഫോമൻസ് ആയിരുന്നു. നല്ലൊരു ആക്ടറാന്നുള്ളത് അത് കഷ്ടപ്പെട്ട് അതിൻ്റെ ഇത് കിട്ടി. നല്ല നമുക്കതിനകത്ത് കൂടുതലൊന്നും പറയാനില്ല. PR ഒക്കെ ഉണ്ടല്ലോ. പിന്നെ മോശം കാൻഡിഡേറ്റ്സും ആയിരുന്നില്ല, പക്ഷേ അനീഷായിരുന്നു അതിൽ കുറച്ചും കൂടി ആവേണ്ടതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് ഞാൻ പറഞ്ഞത്. ലാസ്റ്റ് ആയപ്പോൾ ആ കൊച്ച് നല്ല രീതിയിൽ നന്നായി കളിച്ചു. അത് നന്നായിട്ട് പരിശ്രമിച്ചു അവിടെ. അതുകൊണ്ട് കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പുറത്തുള്ളവരത് കണ്ടിട്ട് വന്നിട്ട് അനുമോൾക്ക് വേണ്ടി മൊത്തത്തിൽ ആർക്കും ഗെയിം കളിക്കാനുള്ളൊരു ബേസിക് ഐഡിയ ഇല്ല. എല്ലാവരും കൂടുതൽ സഹതാപം കൂട്ടും. ഈ സഹതാപം കൊണ്ടാണെന്ന് തോന്നുന്നത് ജയിച്ചത്. സഹതാപം സ്ട്രാറ്റജിയാണ് അവിടെ. അതാണ്. അതിപ്പോ മുമ്പത്തെ സീസണിലും കുറെ പേര് ഇട്ടത് കൊണ്ട് ഭയങ്കരമായിട്ട് അനുമോള് പഠിച്ചാണ് വന്നത്. എങ്ങനെ വേണം ഒരു സീരിയൽ അഭിനയിക്കണ പോലെ തന്നെ വന്ന് കറക്റ്റ് പ്ലാൻ അഭിനയിച്ചിട്ട് വർക്ക് തീർത്ത് പോയി. അതാണ് ആ ഒരു ബോൾഡ്നെസ്സും എല്ലാം ആ സത്യസന്ധമായിട്ടുള്ള ആ ഒരു കാര്യങ്ങളല്ലേ. അനുമോളുടെ പെർഫോമൻസ് അല്ലാതെ എന്താ പറയുക, കാരണം എല്ലാവരും സെന്റിമെന്റ്സ് കിട്ടി പെണ്ണുങ്ങളുടെ. അനുമോളാണ് അവിടെ കൂടുതൽ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കണം. പിന്നെ അനുമോളിൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്, പെട്ടെന്ന് വിഷമിച്ച്. അപ്പം അതുകൊണ്ടായിരിക്കും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് അനുമോള്, ആദ്യം തുടങ്ങി അവസാനം വരെ.
അപ്പോൾ അനുമോൾക്ക് അത് കിട്ടിയതിൽ ഞങ്ങൾക്ക് ഏറ്റവും 100% സന്തോഷമാണ്. റീ എൻട്രി കാരണമാണ് ഇപ്പം അനുമോള് കുറച്ചും കൂടി അനുമോൾക്ക് വോട്ട് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. ശൈത്യം ബിൻസിയും വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഓതി കൊടുത്തു. അപ്പോൾ കുറച്ചും കൂടി അത് സപ്പോർട്ട് കിട്ടാൻ കാരണമായി. അനുമോളുടെ ഫാനാണ്, ഹമ്പിളാണ്, സ്വീറ്റാണ്, ക്യൂട്ടാണ്. അനുമോൾ അല്ലായിരുന്നെങ്കിൽ ആ കപ്പ് ആര് നേടിയേനെ? അനീഷ് കിട്ടിയത് അനുമോൾക്ക് കിട്ടി, പക്ഷെ അനീഷിനായിരുന്നു. നമ്മുടെ ആദ്യം മുതലേ നോക്കുമ്പോൾ ട്രാക്ക് നോക്കിയത് അനീഷിനായിരുന്നു. അക്ബർ. അനീഷ് ഡിസർവിംഗ് ആയിരുന്നു. ബട്ട് അനീഷിനെ വെച്ച് നോക്കുമ്പോൾ ബാക്കിയുള്ളവരാണ് നല്ലത്. ബട്ട് കൂട്ടത്തിൽ ഡിസർവിംഗ് അനീഷ് ആയിരുന്നു. എന്നിട്ടും പക്ഷെ വെറുതെ പൈസ കൊടുത്ത് ആ കപ്പിന്റെ വാല്യൂ അങ്ങ് ഇല്ലാണ്ടാക്കിയ പോലെയായിരുന്നു എന്തോരം ആൾക്കാർ എന്തോരം കഷ്ടപ്പെട്ട് ആ കപ്പ് എടുത്തത്. ബട്ട് ഭയങ്കര ഡ്രാമയാണ് ഫുള്ള്. കുറച്ചും കൂടി ഡിസേർവ്ഡ് ആയിട്ടുള്ളത് അനീഷ് ഏട്ടനാന്ന് തോന്നുന്നുണ്ട്. പക്ഷെ എന്തോ PR അത് എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ടാണോ പ്രേക്ഷകര് വോട്ടിനൊരു പ്രാധാന്യം ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. കുറച്ചും കൂടി ഡിസേർവ്ഡ് ആയിട്ട് തോന്നിയത് അനീഷ് ഏട്ടനാണ്. ഷാനവാസ് ആവണമെന്നായിരുന്നു ഇഷ്ടം. അനീഷ് നല്ല പെർഫോമൻസും നിഷ്കളങ്കമായ ചിരിയും അതൊക്കെ. ഷാനവാസ്ക നല്ല പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത്. അനീഷ് ഇത്തിരി ഓവറായിരുന്നു.